Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Can you എടുത്ത് നോക്കി എല്ലാവരും എടുത്തത് നമ്മളൊരു ചാപ്റ്റർ തീർന്നു അല്ലെ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ തീർന്നു. ക്ലിയർ ആണോ? നോക്കിയോ? മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തില്ലേ? അതില്ല, നിനക്ക് അബ്രിവേഷൻ ഉണ്ടായില്ലേ? അബ്രിവേഷൻ മിസ് പറഞ്ഞില്ലല്ലോ, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാന്നല്ലേ പറഞ്ഞേ? അതെ മാം. ഓക്കെ, അബ്രിവേഷൻ പറഞ്ഞിട്ട് നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. അബ്രിവേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുള്ളൂ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടി മാത്രം, മനസ്സിലാകുന്നതിന് വേണ്ടി മാത്രം അതിൽ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ അബ്രിവേഷൻസ്. അബ്രിവേഷൻ PHC. PHC നമ്മൾ പഠിച്ചല്ലോ. PHC എന്താണ്? പ്രൈമറി ഹെൽത്ത് കെയർ സെന്റേഴ്സ് അല്ലേ? PHC പ്രൈമറി ഹെൽത്ത് കെയർ സെന്റേഴ്സ്. FHC ഫാമിലി ഹെൽത്ത് സെന്റേഴ്സ്. ഫാമിലി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കുടുംബാരോഗ്യ കേന്ദ്രം അല്ലേ? കേട്ടിട്ടില്ലേ ഫാമിലി ഹെൽത്ത് സെന്റേഴ്സ്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് പോലെ തന്നെയാണ് ഫാമിലി ഹെൽത്ത് സെന്റേഴ്സ്. നെക്സ്റ്റ് CPHC. CPHC എന്ന് പറഞ്ഞാൽ കോംപ്രഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ. നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിന് കുറച്ചും കൂടി കോംപ്രഹെൻസീവ് ആയിട്ടുള്ള, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയേഴ്സിനെയാണ് കോംപ്രഹെൻസീവ് ഹെൽത്ത് കെയേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം പ്രൈമറി ഹെൽത്ത് കെയേഴ്സിൽ എങ്ങനെയാണ്? ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് അല്ലെ? ഇന്റൻസീവ് കെയർ ട്രീറ്റ്മെന്റുകള്, ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകളൊക്കെ ആയിരിക്കും അല്ലെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സില് അല്ലെ? ആണോ? പക്ഷേ CPHC ആവുമ്പോൾ, കോംപ്രഹെൻസീവ് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആവുമ്പോൾ നമുക്ക് എന്താണ്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, കോംപ്രഹെൻസീവ് ആയിട്ടുള്ള പരിചരണം ലഭിക്കുന്നു. നെക്സ്റ്റ് സ്വാജ് ഉള്ള കേട്ടോ. SWAAD ആണ് കേട്ടോ. D ആണ്. J മാറ്റി D ആക്കുക. സ്വാഗ്. സ്വാഗ് എന്ന് പറഞ്ഞാല് സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസ്. എയർവേ രോഗങ്ങളിലേക്കുള്ള ഘട്ടം ഘട്ടമായുള്ള ചികിത്സ. നമുക്ക് ബ്രീത്തിങ്ങിന് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ട്, എയർവേയിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതിന് വേണ്ടി, അങ്ങനെയുള്ള ഡിസീസുകൾ മാറ്റുന്നതിനുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള ചികിത്സ, ട്രീറ്റ്മെന്റിനെയാണ് സ്വാഗ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസ്. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? മരുന്നുകളൊക്കെ തന്ന് നമ്മുടെ ആ എയർവേയിലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റുന്നു. ക്ലിയർ ആയോ? ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. എക്സാമിന് ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കുന്ന PHC, COPD നിങ്ങൾക്ക് നെക്സ്റ്റ് കുറെ ഒരുപാട് ചാപ്റ്ററിൽ വരുന്നുണ്ട്. COPD അതൊക്കെ വരും കേട്ടോ. നെക്സ്റ്റ് COPD എന്ന് പറഞ്ഞത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. കേട്ടിട്ടുണ്ടോ? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ട്. എന്താണ് പൾമണറി ഡോക്ടർ? കേട്ടിട്ടുണ്ടോ? പൾമണറി ഡോക്ടർ. സ്വാദ് പറയണം. സ്വാദ് എന്ന് പറഞ്ഞാല് സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസ്. എന്നാല് നമ്മുടെ എയർവേയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാറില്ലേ? എയർവേ നമ്മ ബ്രീത്ത് ചെയ്യുന്ന ശ്വാസകോശം, ബ്രീത്ത് ചെയ്യുന്ന ആ ശ്വാസകോശത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ എന്താ? അതിനുവേണ്ടി നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമല്ലോ. ഘട്ടം ഘട്ടമായുള്ള ട്രീറ്റ്മെന്റ്. ആദ്യം
ഘട്ടം ഘട്ടമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുമല്ലോ. അപ്പൊ അതിനെയാണ് സ്വാബ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസ്. എന്താണ് നമ്മുടെ ഇങ്ങനെയുള്ള എയർവേ മായി ബന്ധപ്പെട്ട അസുഖങ്ങളുള്ളവരെ കൈകാര്യം ചെയ്യുന്നതിനുള്ള മരുന്നുകൾ നൽകുന്നതിനെയാണ് സ്വാബ് എന്ന് പറയുന്നത്. COPD എന്ന് പറയുന്നത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് അല്ലെ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതല്ലേ പൾമനറി ഡോക്ടർ അല്ലെ. ശ്വാസകോശ ആസ്മ അല്ലെ, ലങ്സ് ഡിസീസ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ. അപ്പൊ എന്തായിരിക്കും ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ഡിസീസ്? നമ്മുടെ ശ്വാസനാളികൾ, നമ്മൾ ശ്വസിക്കുന്നതിന് സഹായിക്കുന്ന ആ ശ്വാസനാളികൾ ചുരുങ്ങിയിട്ട് അതിന്റെ ഇത് ചുരുങ്ങി നമ്മുടെ ശ്വാസകോശത്തിന്റെ ശേഷി കുറയുകയും ശ്വാസോച്ഛ്വാസം തടസ്സപ്പെടുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് COPD എന്ന് പറയുന്നത്. ആരാണ് പറഞ്ഞത് ഉണ്ടെന്ന്? ആർക്കാണ് COPD ഉണ്ടെന്ന് പറഞ്ഞത്? മിസ് പറയുന്നതിന്റെ ഇടയിൽ പേര് ശ്രദ്ധിച്ചില്ല. പറയാമോ? അബൂബക്കർ. ഓക്കെ. എന്തൊക്കെയാണ് അതിന് വരുന്ന സിംറ്റംസ്, ബുദ്ധിമുട്ടുകൾ, പ്രോബ്ലംസ് എന്തൊക്കെയാണ് ഒന്ന് പറയാമോ? മറ്റുള്ളവർക്ക് കൂടി കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവുന്നതിന് വേണ്ടിയിട്ടാണ്. അലർജി ഉണ്ടാവും എന്താ? തുമ്മല് അല്ലെ, തുമ്മല്, അലർജി അല്ലെ, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, കഫ് ഉണ്ടാവും, ശ്വാസതടസ്സം ഉണ്ടാവും, ഓക്സിജന്റെ ലെവൽ താഴും. അപ്പൊ അറിയാലോ എല്ലാവർക്കും. ഹെഡേക്ക് ഉണ്ടാവും. എന്താണ് കൂടുതലായിട്ട് നമ്മൾ എന്താണ് ശ്വാസോച്ഛ്വാസം, നമുക്ക് ശ്വാസം എടുക്കുന്നത് തടസ്സപ്പെടും. അങ്ങനെ വരുന്ന അവസ്ഥയാണ് COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആസ്മയുടെ വേറൊരു അസുഖമാണ്, ആസ്മ പോലെ തന്നെ വേറൊരു അസുഖം. സ്വാദ് എന്ന് പറഞ്ഞാല് സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസ്. നമുക്ക് എയർവേയിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിലെ, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് ഇല്ലേ എയർവേയില? അപ്പൊ എന്ത് വരും? നമുക്ക് എയർവേ ബന്ധപ്പെട്ട അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മരുന്നുകൾ എടുക്കോ? ട്രീറ്റ്മെന്റ് എടുക്കോ? ഘട്ടം ഘട്ടമായി ട്രീറ്റ്മെന്റ് എടുക്കും അല്ലെ. ആദ്യം നമുക്ക് ചെറിയ അളവിൽ ചെറിയ ഡോസിൽ ചെറിയ അളവിൽ മരുന്നുകൾ തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറയുന്നില്ലെങ്കിൽ അധികം കുറച്ചും കൂടി മരുന്ന് അല്ലെ, ഡോസ് കൂട്ടും, അളവ് കൂട്ടും. ആണോ? അങ്ങനെയല്ലേ നമുക്ക് ഓരോ മരുന്നുകളും തരുന്നത്, ഓരോ അസുഖത്തിന് മരുന്നുകൾ വരുന്നത്. അങ്ങനെ നമ്മുടെ എന്താണ് എയർവേ ഡിസീസിന് ഘട്ടം ഘട്ടമായിട്ട് അല്ലെ, ആദ്യം ലോ ലെവലിൽ ചെറിയ ഡോസിലുള്ള മരുന്നുകൾ തരും. ചിലപ്പോൾ ഒരു നേരമായിരിക്കും മരുന്നുകൾ കഴിക്കേണ്ടത്. അത് കഴിയുമ്പോൾ അത് കുറവില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ ഡോസ് കൂട്ടും അല്ലെ, 1 എന്നുള്ളത് 2 നേരമാക്കും അല്ലെ. അങ്ങനെയുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള എന്താണ് ട്രീറ്റ്മെന്റിനെയാണ്, ചികിത്സയെയാണ് സ്വാബ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആരാ ചോദിച്ചേ? ക്ലിയർ ആയോ? നെക്സ്റ്റ് ആശ, ASHA, ആശ കേട്ടിട്ടില്ലേ? ആശാ വർക്കേഴ്സ് നമ്മുടെ വീടുകളിലൊക്കെ വരാറുണ്ട് അല്ലെ, ആശാ വർക്കേഴ്സ്. നമ്മുടെ വാർഡുകളിലുണ്ട് അല്ലെ, ഓരോ വാർഡിലും ഓരോ ആശാ വർക്കേഴ്സ് ഉണ്ട് അല്ലെ. അവരുടെ ഡ്യൂട്ടീസ് എന്താണ്? ഡ്യൂട്ടീസ് എന്താ? ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ടല്ലോ അവർക്ക്. നമ്മുടെ വാർഡില് ഹെൽത്ത് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക അല്ലെ, വീടുകളിൽ വന്ന് എന്താണ് പ്രഗ്നൻസ് ലേഡീസിന്റെ പോളിയോ കൊടുക്കുക, പ്രഗ്നന്റ് ലേഡീസിന്റെ കണക്കെടുക്കുക, അവർക്ക് വേണ്ട ന്യൂട്രീഷ്യൻസ് അല്ലെ, TT ഇഞ്ചക്ഷൻസ് കൊടുക്കുക, കുട്ടികൾക്കുള്ള വാക്സിനേഷൻ കൊടുക്കുക, പോളിയോ കൊടുക്കുക അല്ലെ, ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക, ഹൈജീൻ അല്ലെ, ഹൈജീനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക. അപ്പൊ ആശ, ASHA, ആശ എന്ന് പറയുന്നത് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത്
activities. Next, AWW. കേട്ടിട്ടുണ്ടല്ലോ അംഗനവാടി വർക്കേഴ്സ്, അംഗനവാടിയിലെ ടീച്ചേഴ്സ് അല്ലേ, അംഗനവാടി വർക്കർ. അത് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ, അംഗനവാടി വർക്കേഴ്സ്. നെക്സ്റ്റ് WHSNC എന്ന് വെച്ചാൽ വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. എന്താണ്, വാർഡില് ഓരോ വാർഡുകളും അങ്ങനെ ഒരു കമ്മിറ്റി, ആളുകളില്ലേ, വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി അല്ലേ. കേട്ടിട്ടുണ്ടോ? നമ്മുടെ വീടുകളിൽ ബ്ലീച്ചിങ് പൗഡേഴ്സ് കൊണ്ട് തരാറുണ്ട് അല്ലെ, ആളുകള് മഴയൊക്കെ കൂട്ടിപ്പിടിക്കുമ്പോ കൊണ്ട് തരാറുണ്ടോ? ക്ലോറിനേഷൻ, മന്തിന്റെ ഗുളികകൾ കൊണ്ട് തരാറുണ്ടോ? ആശാവർക്കേഴ്സും വരാറുണ്ട്, അവരുടെ കൂടെ ഇങ്ങനെ ഒരു കമ്മിറ്റിയും കൂടിയുണ്ട്. പിന്നെന്താ, മന്തിന്റെ ഗുളികൾ അല്ലെ, വേറെ ഗുളികകള്, ടാബ്ലറ്റ്സുകൾ അല്ലെ. അപ്പൊ പിന്നെ എന്താണ്, ഹെൽത്ത് സാനിറ്റേഷൻ. മഴയൊക്കെ കൂട്ടിപ്പിടിക്കുമ്പോൾ നമുക്ക് വന്ന് കണ്ടിട്ട് എങ്ങനെയൊക്കെ പരിസരം വൃത്തിയായി സൂക്ഷിക്കണം എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരാറുണ്ടോ? സാനിറ്റേഷനുമായി ബന്ധപ്പെട്ട. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് WHSNC. മഴക്കുഴി അല്ലെ. ഓക്കെ, വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. ഡെങ്കു ഫീവറിന്റെ റെസ്ട്രിക്ഷൻ പ്രോഗ്രാംസുകൾ നടത്താം, അതിനുവേണ്ടി ക്ലാസ്സുകൾ നടത്താം അല്ലെ. ക്ലിയർ ആയോ? അബ്രിവേഷൻ ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കാതെ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാം അല്ലെ. നെക്സ്റ്റ് ചാപ്റ്റർ സിമ്പിൾ ആണ് കേട്ടോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, സിമ്പിൾ ചാപ്റ്റർ ആണ്. ചാപ്റ്റർ 9 ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. കേട്ടിട്ടില്ലേ? ഇൻപേഷ്യന്റ് IP, OP, IP അല്ലെ, ഹോസ്പിറ്റൽ OP സെക്ഷൻ, IP സെക്ഷൻ കേട്ടിട്ടുണ്ടോ? അപ്പൊ IP എന്ന് പറഞ്ഞാൽ എന്താ? IP സെക്ഷൻ അഡ്മിറ്റഡ് അല്ലെ, പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെ, അതിനെയാണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന വേറൊരു പേരാണ് ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, IPD. IPD ഒക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. IPD സ്റ്റാൻഡ്സ് ഫോർ ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ പറഞ്ഞ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. മാർക്ക് ചെയ്യാം കേട്ടോ. Indoor patient departments, IPD, mentions the areas of the hospital where patients are accommodated after being admitted based on doctors or specialist assessment from the outpatient department, emergency services and ambulatory care. Ambulatory care എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ട്പേഷ്യന്റ് സർവീസുകളിലെ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുക, അവരുടെ ഡോക്ടർ ചെക്കപ്പ് ചെയ്യുക, അവർക്ക് മെഡിക്കേഷൻസ് കൊടുക്കുക, അവരെ ഡയഗ്നോസിസ് ചെയ്യുക അല്ലേ, ഔട്ട് പേഷ്യന്റ് സെക്ഷൻ സർവീസുകൾ. അതന്നെയാണ് ആംബുലേറ്ററി കെയർസ് എന്ന് പറയുന്നത്. നമ്മുടെ ഔട്ട് പേഷ്യന്റ് സർവീസുകളെയാണ് ആംബുലേറ്ററി കെയർ എന്ന് പറയുന്നത്. അപ്പൊ ആംബുലേറ്ററി കെയറിൽ വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ എമർജൻസി സർവീസിന് വേണ്ടി പെട്ടെന്ന് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റുക, അല്ലെങ്കിൽ പെട്ടെന്നെങ്കിലും അബ്ഡോമിൻ പെയിൻ വരിക, അല്ലെങ്കിൽ ഒരു എന്താണ് ഹാർട്ട് അറ്റാക്ക് വരിക അല്ലെ, ഹാർട്ട് റിലേറ്റഡ് എന്തെങ്കിലും പ്രോബ്ലംസ് വരിക. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് എമർജൻസി സർവീസ് കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന പേഷ്യൻസ്, അതല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ വരുന്ന ഡോക്ടർ, അവരെങ്കിൽ എന്താണ് ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിന്റെ വിലയിരുത്തൽ കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കില്ലേ, അക്കോമഡേറ്റ് ചെയ്യില്ലേ. ചെയ്യോ? ആ ഒരു ഏരിയയാണ് അങ്ങനെയുള്ള എന്താണ് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കാഷ്വാലിറ്റിയിൽ വരുന്ന പേഷ്യൻസ്, അതല്ലെങ്കിൽ ആംബുലേറ്ററി കെയറില്, അതല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഡോക്ടറുടെ കൺസൾട്ടേഷൻ OP വരുന്ന പേഷ്യൻസിന്
ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിന്റെ കൺസൾട്ടേഷന് ശേഷം വിലയിരുത്തലിന് ശേഷം ഹോസ്പിറ്റലിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന അഡ്മിറ്റ് ആക്കി അവരെ അക്കോമഡേറ്റ് ചെയ്യുന്ന താമസിപ്പിക്കുന്ന ഏരിയയാണ് ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ. നെക്സ്റ്റ്, NIPD is a part of healthcare facility or hospital. ഈ IPD ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ ഒരു ഭാഗമല്ലേ? ആ ഒരു ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റിയുടെ സൗകര്യങ്ങളുടെ ഒരു ഭാഗം തന്നെയല്ലേ? ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് തന്നെയാണ് അല്ലെ നമ്മ അവിടെ ആ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യലിസ്റ്റ് അഡ്മിറ്റ് ആക്കുന്നത്. അപ്പൊ ആ ഹോസ്പിറ്റലിന്റെ ഒരു ഭാഗം തന്നെയാണ്, ഒരു പാർട്ട് തന്നെയാണ് IPD. ഒന്നുകൂടെ പറയണം. IPD എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എമർജൻസി ഇപ്പൊ ഒരു ആക്സിഡന്റ് പറ്റി, അതല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പേഷ്യൻസിനെ ആദ്യം തന്നെ എങ്ങോട്ടാ കൊണ്ടുവരുന്നേ? എന്നിട്ടാണ് പറയാം, ഇതിൽ വരുന്നുണ്ട് കേട്ടോ. എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കുമല്ലോ, കാഷ്വാലിറ്റിയിലേക്കായിരിക്കും അല്ലെ? എന്നിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ട് അവരെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് അവരെ അസസ് ഒക്കെ ചെയ്ത് അവരെ വിലയിരുത്തി അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തതിന് ശേഷം ഡോക്ടർക്ക് തോന്നാണ് ഇവരിവിടെ അഡ്മിറ്റ് ആക്കണം, ആണോ? എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ പേഷ്യൻസിനെ അവിടെ അഡ്മിറ്റ് ആക്കില്ലേ? ആ ഒരു ഏരിയ അവരെ അങ്ങനെ അഡ്മിറ്റ് ആക്കുന്ന താമസിപ്പിക്കുന്ന ഏരിയയാണ് നമ്മൾ IPD ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, അതായത് ആംബുലേറ്ററി കെയർ അല്ലെങ്കിൽ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ ഡോക്ടർ കൺസൾട്ടേഷന് വന്നിട്ട് ഡോക്ടർ അവരെ ചെക്കപ്പ് ചെയ്ത് അവർക്ക് വേണ്ട ചെക്കപ്പുകൾ ചെയ്ത് അവർക്ക് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അവരൊന്ന് അസസ് ചെയ്തതിനു ശേഷം ഡോക്ടർക്ക് തോന്നാണ് ഇവർക്ക് കൂടുതലായിട്ടുള്ള ഒബ്സർവേഷൻ വേണം, അല്ലെങ്കിൽ ഇവർക്ക് കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ ചികിത്സകൾ വേണം, അതല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ടെങ്കിൽ ഡോക്ടർ നമ്മൾ അവിടെ അഡ്മിറ്റ് ചെയ്യോ? ഇപ്പൊ പനിയൊക്കെ ആയിട്ട് പോവാണ്, പനിയായിട്ട് അല്ലെങ്കിൽ കഫക്കെട്ട് കൂടിയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡോക്ടർ നമ്മളെ വിലയിരുത്തിയിട്ട് കഫക്കെട്ട് കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ ന്യൂമോണിയ ആയിട്ടുണ്ട് എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളവിടെ അഡ്മിറ്റ് ചെയ്യില്ലേ? അങ്ങനെ അഡ്മിറ്റ് ചെയ്ത് താമസിപ്പിക്കുന്ന ഏരിയയെയാണ്, ആ ഒരു സെക്ഷനെയാണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? റൂം ആവാം, വാർഡുകളാകാം. അപ്പൊ അതിലിപ്പോ എന്താണ് നമുക്ക് ഔട്ട് പേഷ്യന്റില് OP വരുന്ന പേഷ്യൻസിന് ICU ആകാം അല്ലെ? OP വരുന്ന പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നുണ്ട്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസിനെ എല്ലാം അഡ്മിറ്റ് ആക്കുന്നുണ്ട് അല്ലെ? അതാണ് ഒരുമിച്ച് അതൊക്കെ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവരും? നെക്സ്റ്റ് എടുക്കാലോ മിസ്. നെക്സ്റ്റ്, IPD is a part of healthcare facilities. ഇപ്പൊ റൂം, വാർഡുകൾ, ICU, വെന്റിലേറ്റർ, അതൊക്കെ എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലിന്റെ തന്നെ ഒരു ഭാഗമല്ലേ? ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഒരു ഭാഗമല്ലേ? ആണോ? ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ ഒരു ഭാഗമാണ് അല്ലെ? ഓർ ഹോസ്പിറ്റൽ വേർ പേഷ്യൻസ് ആർ അഡ്മിറ്റഡ് ഫോർ ഓവർ 24 hours. നമ്മൾ ഒരു പേഷ്യൻസിനെ അവിടെ അഡ്മിറ്റ് ആക്കി എന്ന് പറയുന്നത് ഒരു പേഷ്യൻസിന് എത്ര ടൈം അവിടെ അനുവദിച്ചാലാണ്? 24 മണിക്കൂറിൽ കൂടുതൽ അല്ലെ? ആണോ? 24 മണിക്കൂറിൽ കൂടുതൽ പേഷ്യൻസിനെ അവിടെ അഡ്മിറ്റ് ചെയ്യുക ആണെങ്കിലാണ് നമ്മൾ അവിടെ എന്താണ് IPD അല്ലെ? ഇൻപേഷ്യന്റ് ആണ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ, അതല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ നമ്മുടെ അവിടെ ട്രിപ്പ് ഇടാന് അതൊക്കെ അടുത്തുള്ളെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒബ്സർവേഷന് വേണ്ടി കിടത്തിയിരിക്കുന്നതാണെന്ന് പറയും അല്ലെ? ഒബ്സർവേഷന് വേണ്ടി കിടത്തിയിരിക്കുന്നതാണ് അല്ലെ? അപ്പൊ
അപ്പൊ 24 മണിക്കൂറിൽ കൂടുതൽ ഒരു പേഷ്യന്റിനെ ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ അഡ്മിറ്റ് ആക്കുന്നതിന് കിടക്കുന്നതിനെയാണ് അഡ്മിറ്റ് എന്താണ് IPD ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, an IPD of the hospital is generally equipped with beds, medical equipment and 24/7 availability of doctors and nurses. നമുക്ക് എന്താണ് IPD ഒരു പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നുണ്ട്? ബെഡ്സിന്റെ സൗകര്യം ഉണ്ട് അല്ലെ? ബെഡുകൾ കിട്ടുന്നില്ലേ? വാർഡില്, റൂമില് അല്ലെ ബെഡുകൾ കിട്ടുന്നുണ്ട് അല്ലെ? കൂടാതെ എന്താണ് മെഡിക്കൽ എക്യുപ്മെന്റ്സുകളുടെ സേവനങ്ങൾ കിട്ടുന്നുണ്ടോ? മെഡിക്കൽ എക്യുപ്മെന്റ്സുകള്, മെഡിക്കൽ അപ്പാരറ്റസുകൾ അല്ലെ, മെഡിക്കൽ ഉപകരണങ്ങളുടെ സേവനം നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ലഭിക്കുന്നു അല്ലെ? എപ്പോഴൊക്കെ ആവശ്യമായി വരുന്നു അപ്പോഴൊക്കെ നമുക്ക് എന്താണ് മെഡിക്കൽ എക്യുപ്മെന്റുകളുടെ സേവനം ലഭിക്കുന്നു. കൂടാതെ ഒരു ദിവസത്തിൽ എന്താണ് 24 മണിക്കൂർ അല്ലെ നമുക്ക് എന്താ ഡോക്ടേഴ്സിന്റെ നഴ്സുമാരുടെ സേവനം ലഭിക്കുന്നില്ലേ ആ IPD-യില്? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാല് നമുക്ക് 24 hours-ഉം നമുക്ക് ഡോക്ടേഴ്സിന്റെ നഴ്സുമാരുടെ സർവീസുകള് സേവനങ്ങള് ലഭിക്കുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഓക്കെ അല്ലേ? Next, the duration of stay will vary on severity of the patient's illness. ഒരു പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ എത്ര ദിവസമാണ് അഡ്മിറ്റ് ആക്കുന്നത്? ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസം? എന്തിന്റെ അടിസ്ഥാനത്തിൽ അവർ അഡ്മിറ്റ് ആക്കുന്നത്? ആ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ചല്ലേ? അസുഖത്തിന്റെ കാഠിന്യം, സെവേറിറ്റി എന്ന് പറഞ്ഞാൽ കാഠിന്യം അനുസരിച്ചല്ലേ? ആണോ? ഇൽനെസ് അനുസരിച്ച് അല്ലെ, അസുഖത്തിന്റെ കാഠിന്യം അനുസരിച്ചായിരിക്കും ഒരു ഹോസ്പിറ്റലിലെ ആ പേഷ്യൻസിന്റെ ഡ്യൂറേഷൻ, കാലയളവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഈസ് അഡ്മിഷൻ? അഡ്മിഷൻ എന്താണ്? ഇറ്റ് മീൻസ് അലൗവിങ് അഡ്മിഷൻ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, മാർക്ക് ചെയ്യുക. അഡ്മിഷൻ ഒക്കെ എക്സാമിന് വരുന്നതാണ്, മാർക്ക് ചെയ്യുക. ഈ 3rd പോയിന്റ് മാർക്ക് ചെയ്യാട്ടാ. ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ വിൽ റിലേ ഓൺ സെവറിറ്റി ഓഫ് ദി പേഷ്യൻസ് ഇൽനസ്. അത് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ എക്സാമിന്, മാർക്ക് ചെയ്യാട്ടോ. It means allowing a client to stay in the hospital for observation, investigation and treatment of disease he is suffering from. ഒരാള് അനുഭവിക്കുന്ന അസുഖത്തിന്റെ അല്ലെ, അസുഖം എന്താണ് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം അല്ലെ, അന്വേഷിക്കണം. എന്ന് വെച്ചാൽ എന്താ? അന്വേഷണം. അസുഖത്തെ കുറിച്ച് അന്വേഷിക്കുക എന്ന് പറയുമ്പോ എന്താ? ടെസ്റ്റ്, ഡയഗ്നോസിസ് ചെയ്യുക, രോഗനിർണയം നടത്തുക, ടെസ്റ്റുകൾ ചെയ്യുക, എന്താണ് പ്രൊസീജിയേഴ്സ് ചെയ്യുക അല്ലെ, എൻഡോസ്കോപ്പി, ലാപ്രോസ്കോപ്പി അല്ലെ, ട്രക്കിയോസ്റ്റമി പോലെയുള്ള പ്രൊസീജിയർ, ആൻജിയോഗ്രാം പോലെയുള്ള പ്രൊസീജിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതൊക്കെ എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതല്ലേ? ആ ഒരു പേഷ്യൻസിന്റെ അസുഖത്തെ കുറിച്ച് അന്വേഷണം നടത്തുന്നതാണ് അല്ലെ. ആ പേഷ്യൻസിന് എന്ത് അസുഖമാണ് അല്ലെ, അത് എത്രത്തോളം ആ പേഷ്യൻസിനെ എഫക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടി അത് ആ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യും? അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും അല്ലെ, പേഷ്യൻസിന് ചികിത്സകൾ കൊടുക്കുമല്ലോ. അപ്പൊ അങ്ങനെ പേഷ്യൻസിന് ചികിത്സകൾ കൊടുക്കാനൊക്കെ വേണ്ടി ഹോസ്പിറ്റലിൽ താമസിക്കാൻ അനുവദിക്കുന്നതിനെയാണ്, ക്ലയന്റിനെ ആ പേഷ്യൻസിനെ അനുവദിക്കുന്നതിനെയാണ് അഡ്മിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒരു പേഷ്യൻസ് അനുഭവിക്കുന്ന അസുഖത്തെ കുറിച്ച് ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടി, നിരീക്ഷിക്കുന്നതിന് വേണ്ടി, അന്വേഷണം ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് വേണ്ടി, അവർക്ക് അതിനുള്ള ചികിത്സകൾ നടത്തുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിൽ താമസിക്കാൻ അനുവദിക്കുന്നതിനെയാണ് അഡ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? Next,
അഡ്മിഷൻ പ്രൊസീജിയർ, പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ. അഡ്മിഷൻ പ്രൊസീജിയർ കൊണ്ടുള്ള ഉദ്ദേശങ്ങൾ, പർപ്പസ് എന്തൊക്കെയാണ്? ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത് കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശങ്ങൾ? ഡോക്ടറുടെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയായിരിക്കും പറയാലോ? രോഗം മാറ്റാനായിട്ട് അല്ലെ, ക്യൂറേറ്റീവ്, രോഗശമനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കാം അല്ലെ. ഇപ്പൊ അവർക്ക് ഇമ്മീഡിയറ്റ് കെയർ ആവശ്യമായി വന്നു, അപ്പോഴൊക്കെ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. പിന്നെന്താണ്? പേഷ്യൻസിന്റെ സേഫ്റ്റിക്കും കംഫർട്ടിനും വേണ്ടിയല്ലേ, അസുഖത്തിന് അല്ലെ, അവരുടെ ജീവൻ രക്ഷിക്കാനും അവർക്കൊരു കംഫർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ, ആശ്വാസം കൊടുക്കാം അല്ലെ. പിന്നെന്താണ്? ഓക്കെ, ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് കെയർ, പേഷ്യൻസിന് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും കെയർസ്, പരിചരണം, അവർക്ക് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമായി വന്നാൽ അത് കൊടുക്കുന്നതിന് വേണ്ടി. നെക്സ്റ്റ്, ടു പ്രൊവൈഡ് കംഫർട്ട് ആൻഡ് സേഫ്റ്റി ടു ദി പേഷ്യൻസ്, പേഷ്യൻസിന് സുരക്ഷിതത്വവും ആശ്വാസവും നൽകുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ആണോ? ഇപ്പൊ നമ്മ തന്നെ പറയാറുണ്ട്, ചില സമയത്ത് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പറയാറുണ്ടോ, ഹോസ്പിറ്റലിൽ കിടന്നാൽ മതിയായിരുന്നു അല്ലെ, ഒന്ന് അഡ്മിറ്റ് ആക്കിയാൽ മതിയായിരുന്നു, കുറച്ച് ആശ്വാസം കിട്ടിയാനാ അല്ലെ, ഹെൽത്ത് ഒന്ന് ബെറ്റർ ആയേനാ പറയാറുണ്ടോ? ഒരു ട്രിപ്പ് ഇട്ട് കഴിയുമ്പോ അല്ലെ, ഒരു ട്രിപ്പ് ഇട്ട് ഇഞ്ചക്ഷൻ 2 ദിവസം ഒരു ഇഞ്ചക്ഷൻ എടുത്ത് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോ ഒന്ന് ആശ്വാസം ചെയ്യാൻ അല്ലെ, പറയാറില്ലേ? അപ്പൊ എന്താണ്? പേഷ്യൻസിന് സുരക്ഷിതത്വവും ഒരു കംഫർട്ടും അല്ലെ, ഒരു ആശ്വാസവും നൽകുന്നതിന് വേണ്ടി. നെക്സ്റ്റ്, ടു റിസീവ് ഓക്കെ, പേഷ്യൻസിനെ അസസ് ചെയ്യാനും അവർക്ക് വേണ്ട ബെറ്റർ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനും വേണ്ടി അല്ലെ. ടു റിസീവ് ദ പേഷ്യൻസ് ഇൻ വാർഡ് ഫോർ അഡ്മിഷൻ ആസ് പെർ ഹിസ് കണ്ടീഷൻ. ഒരു പേഷ്യൻസിനെ വാർഡിലാണോ, ICUയിലാണോ, അല്ലെങ്കിൽ വെന്റിലേറ്ററിലാണോ, അല്ലെങ്കിൽ റൂമിലാണോ താമസിപ്പിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പേഷ്യൻസിന്റെ കണ്ടീഷനെ അനുസരിച്ചല്ലേ, ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചല്ലേ, ആണോ? ഒരു പേഷ്യൻസിന് എന്താണ് കൂടുതൽ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, ഒരുപാട് കെയർസ്, പരിചരണം ആവശ്യമുണ്ടെങ്കിൽ അവരെ നമ്മൾ വാർഡിലേക്ക് അഡ്മിറ്റ് ആക്കോ? ഇല്ല അല്ലെ. എവിടൊക്കെ കൊണ്ടുപോകുന്നത്? ICUയിലേക്ക് അല്ലെ. പിന്നെ ഇൻഫെക്ഷന് സാധ്യതയുണ്ട്, ഒരു പേഷ്യൻസിന് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അവരെ നമ്മൾ വാർഡിലേക്ക് അഡ്മിറ്റ് ആക്കോ? വാർഡിലേക്കായിരിക്കും അഡ്മിറ്റ് ആക്കുന്നത് അല്ല, റൂമിലേക്ക് അല്ലെ, സെപ്പറേറ്റ് റൂമിലേക്കല്ലേ അഡ്മിറ്റ് ആക്കുന്നത്. അപ്പൊ ഒരു പേഷ്യൻസിനെ വാർഡിലേക്ക്, സ്റ്റെറിലൈസ് ചെയ്ത റൂമിലേക്ക് അല്ലെ, എന്താണ്? പേഷ്യൻസിനെ വാർഡിലേക്ക് അഡ്മിറ്റ് ആക്കുന്നത് ആ പേഷ്യൻസിന്റെ കണ്ടീഷനെ അനുസരിച്ചാണ്, അവസ്ഥയെ അനുസരിച്ചാണ്. ഓക്കെ ആയില്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കാലോ. ടു ബി റെഡി ഫോർ എനി എമർജൻസി. ഒരു പേഷ്യൻസിന് ഏത് സമയത്ത് എമർജൻസി ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാലും പേഷ്യൻസിന്റെയും നഴ്സുമാരുടെയും സർവീസ് ലഭിക്കില്ലേ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാല്? ടു ബി റെഡി ഫോർ എനി എമർജൻസി അല്ലേ. ഡോക്ടേഴ്സും നഴ്സുമാരും അതിന് സന്നദ്ധരായിരിക്കും അല്ലെ. ഏത് സമയത്ത് വേണമെങ്കിലും പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ അല്ലെ, പരിചരണം കൊടുക്കാൻ. ടു ബി റെഡി ഫോർ എനി എമർജൻസി. Next, to obtain information about the client so as to establish therapeutic nurse patient relationship. എന്ത് ചെയ്യാ? പേഷ്യൻസിന് ഇൻഫർമേഷൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, വിവരങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ തെറാപ്യൂട്ടിക് നേഴ്സും പേഷ്യന്റ് തമ്മിൽ ഒരു നല്ല റിലേഷൻ കൊണ്ടുവരണം അല്ലെ. വേണോ? ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ആയിരിക്കണോ? ഇപ്പൊ നമ്മ പറയാറുണ്ട്, ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് ആ നഴ്സിനോട് സംസാരിക്കാൻ പറ്റില്ല അല്ലെ, പെട്ടെന്ന് കത്തിക്കേറ് അല്ലെ, പെട്ടെന്ന് ചൂടാവുന്ന നഴ്സാണ്, ഒന്നും അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല എന്ന് പറയാറുണ്ടോ? പറയാറുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ്?
ആ ഒരു പേഷ്യന്റും ആ ഒരു തെറാപ്യൂട്ടിക് നേഴ്സും തമ്മിൽ നല്ലൊരു റിലേഷൻ അല്ലാത്തത് കൊണ്ടല്ലേ? അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെ ആവരുത്. ഒരു തെറാപ്യൂട്ടിക് നേഴ്സും പേഷ്യന്റും തമ്മിൽ ഒരു ബെറ്റർ, ഒരു നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻസ് കൈമാറുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, രോഗിയുടെ രോഗാവസ്ഥയെ കുറിച്ച് പറയുന്നതിന് വേണ്ടി, അവര് മരുന്നുകൾ കഴിക്കുന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അല്ലെ, അവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ, അവർക്ക് എന്തൊക്കെ ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കൈമാറുന്നതിന് വേണ്ടി ആ തെറാപ്യൂട്ടിക് നേഴ്സും പേഷ്യന്റും തമ്മിൽ ഒരു നല്ല റിലേഷൻഷിപ്പിലായിരിക്കണം. ക്ലിയർ ആയോ? Next year, to involve patients and family in care. എന്താ? രോഗി പരിചരണത്തില് പേഷ്യൻസിന്റെ ഫാമിലിയെ കൂടി ഉൾപ്പെടുത്താം അല്ലെ? അല്ലെ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് എന്താണ്? രോഗി പരിചരണത്തില് പേഷ്യൻസിന്റെ ഫാമിലിയെ കൂടി ഉൾപ്പെടുത്തുക. പിന്നെ എന്താണ്? ടു അസിസ്റ്റ് പേഷ്യൻസ് ആൻഡ് ഫാമിലി. ഓക്കെ, കുത്തിരിപ്പ് മാത്രമാണോ? അവർക്ക് മരുന്നുകൾ എടുത്തു കൊടുക്കുക അല്ലെ? അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യിച്ചു കൊടുക്കുന്നതിൽ അല്ലെ, നഴ്സുമാര് പറഞ്ഞ് ചെയ്യിച്ചു കൊടുക്കോ? ഇന്ന ടെസ്റ്റുകൾ ചെയ്യണം അല്ലേ? അവർക്ക് ഇന്ന എന്താണ് ഭക്ഷണക്രമങ്ങൾ ഉണ്ട് അല്ലെ, ഡയറ്റ് കൺട്രോളുകൾ അല്ലെ, ഷുഗർ പേഷ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻസിന് ഡയറ്റ് കൺട്രോൾസ് ഒക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അതൊക്കെ ഈ പേഷ്യൻസിന്റെ ഫാമിലിയോട് പറഞ്ഞ് ചെയ്യിച്ചു കൊടുക്കില്ലേ? ഹോസ്പിറ്റലില് ബൈസ്റ്റാൻഡറോട് പറഞ്ഞ് ചെയ്യിച്ചു കൊടുക്കും അല്ലേ? എന്താണ്? ടു ഇൻവോൾവ് പേഷ്യൻസ് ആൻഡ് ഫാമിലി ഇൻ കെയർ. രോഗി പരിചരണത്തില് പേഷ്യൻസിന്റെ ഫാമിലിയെ കൂടി ഉൾപ്പെടുത്തുക. നെക്സ്റ്റ്, ടു അസിസ്റ്റ് പേഷ്യൻസ് ആൻഡ് ഫാമിലി ഇൻ കെയർ അല്ലെ, രോഗി പരിചരണത്തില് പേഷ്യൻസിന്റെ ഫാമിലിയെ സഹായിക്കണ്ടോ? അസിസ്റ്റ് ചെയ്യാം അല്ലെ? അഡ്മിറ്റ് ആക്കി കഴിയുമ്പോൾ നഴ്സുമാര് ഡോക്ടർമാര് അല്ലേ സഹായിക്കുകയും ചെയ്യുന്നില്ലേ രോഗി പരിചരണത്തില് പേഷ്യൻസിന്റെ ഫാമിലിയെ? അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലില് പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് അഡ്മിഷൻ. ഏതൊക്കെ ടൈപ്സ് അഡ്മിഷൻ ഉണ്ട്? ഏതൊക്കെ ടൈപ്പ് അഡ്മിഷൻ ഉണ്ട് ഹോസ്പിറ്റലില്? എമർജൻസി അഡ്മിഷൻ. എമർജൻസി അഡ്മിഷൻ ലാസ്റ്റ് പറഞ്ഞത്. ലാസ്റ്റ് എന്ന് പറഞ്ഞാല് ടു അസിസ്റ്റ് പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻ കെയർ. എന്താണ്? രോഗി പരിചരണത്തിൽ, രോഗിക്ക് കൊടുക്കുന്ന പരിചരണത്തില് പേഷ്യൻസിന്റെ ഫാമിലിയെ സഹായിക്കുക അല്ലെ? ഇപ്പൊ എന്തെങ്കിലും മരുന്നുകൾ കൊടുക്കണം, അതല്ലെങ്കിൽ എന്തെങ്കിലും ട്യൂബുകൾ ഇടണം അല്ലെ? എന്തെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസിന് ട്യൂബുകൾ ഇട്ടാണ് മരുന്നുകൾ കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നതുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ ഫാമിലിയെ സഹായിക്കുന്നത് ആരാ? നഴ്സുമാരായിരിക്കും അല്ലെ? ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്.
സോറി ട്ടോ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാലോ ക്ലാസ്? ഓക്കെ, ഏതൊക്കെ ടൈപ്പ് അഡ്മിഷൻ കേട്ടിട്ടുണ്ട് ഹോസ്പിറ്റലില്? ഏതൊക്കെ ടൈപ്പ് അഡ്മിഷൻ കേട്ടിട്ടുണ്ട്? എമർജൻസി അഡ്മിഷൻ കേട്ടിട്ടുണ്ട്. പിന്നെ എമർജൻസി അഡ്മിഷൻ മാത്രമേ കേട്ടിട്ടുള്ളൂ. റുട്ടീൻ അഡ്മിഷൻ അല്ലേ? റുട്ടീൻ അഡ്മിഷൻ കേട്ടിട്ടില്ലേ? നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടോ അല്ലെ, അതല്ലെങ്കിൽ മുൻകൂട്ടി എന്തെങ്കിലും സർജറീസ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സർജറി ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരു ദിവസം വന്ന് അഡ്മിറ്റ് ആകാറില്ലേ? നമ്മളടുത്ത് മുൻകൂട്ടി പറയില്ലേ, ഇന്ന ദിവസം വന്ന് അഡ്മിറ്റ് ആകാം അല്ലെ, എന്നിട്ട് നമുക്ക് സർജറി ചെയ്യാന്നൊക്കെ. അപ്പൊ അങ്ങനെയുള്ളതാണ് റുട്ടീൻ അഡ്മിഷൻ. ഇപ്പൊ 2 ടൈപ്പ് അഡ്മിഷൻ വരുന്നുണ്ട് എമർജൻസി ആയിട്ട്. നമ്മ പ്രതീക്ഷിക്കാതെ അല്ലെ, എന്താണ് ഹാർട്ട് അറ്റാക്ക് വരാം, ആക്സിഡന്റ് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും പോയിസണിങ് സംഭവിക്കാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുന്നത്? ഓടി വന്നല്ലേ, ആ ഒരു എമർജൻസി സിറ്റുവേഷൻ നമുക്ക് വരുമ്പോൾ ചെന്ന് അഡ്മിഷൻ എടുക്കാം അല്ലെ. ഡോക്ടർ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് അഡ്മിഷൻ എടുക്കുന്നു. രണ്ടാമത് പറയുന്നത് എന്താണ്? നമ്മ റുട്ടീൻ ചെക്കപ്പിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള സർജറി ഒക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്താൻ വേണ്ടി വന്ന് അഡ്മിറ്റ് ആക്കുന്നതാണ് റുട്ടീൻ അഡ്മിഷൻ. നോക്കാറുണ്ടോ? Types of admission. Emergency admission. Clients are admitted with acute condition requiring immediate treatment. ഒരു പേഷ്യൻസിനെ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ, അക്യൂട്ട് കണ്ടീഷൻ എന്നല്ല ക്രിട്ടിക്കൽ കണ്ടീഷനിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പരിചരണം ആവശ്യമായി വരുമ്പോൾ ആ ക്ലയൻസിനെ അഡ്മിറ്റ് ആക്കുന്നതാണ്, ആ ഒരു പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നതാണ് എമർജൻസി അഡ്മിഷൻ. ക്ലിയർ ആയോ? ഒരു പേഷ്യൻസിനെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ അല്ലെ, ക്രിട്ടിക്കൽ കണ്ടീഷനിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് പെട്ടെന്ന് തന്നെ പരിചരണം, ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടി പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നതാണ് എമർജൻസി അഡ്മിഷൻ. ക്ലിയർ ആയോ? എക്സാമ്പിൾ പറയുന്നത് clients with heart attack, accident, poisoning, etc. അല്ലെ. ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് വന്നു, അതല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു പോയിസണിങ് സംഭവിച്ചു, ഇനി പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം അല്ലെ. ഇമ്മീഡിയറ്റ് പരിചരണം കൊടുക്കണ്ടേ? ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെ കൊടുക്കണോ? ഇമ്മീഡിയറ്റ് ആയിട്ട് പരിചരണം കൊടുക്കണം. അപ്പൊ ആ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കില്ലേ? ആ ഒരു ഇമ്മീഡിയറ്റ് പരിചരണം കൊടുത്തിട്ട് അവർ അഡ്മിറ്റ് ആക്കില്ലേ പരിചരണം കൊടുക്കുന്നതിന് വേണ്ടി? അപ്പൊ അതിനെയാണ് എമർജൻസി അഡ്മിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് റുട്ടീൻ അഡ്മിഷൻ. റുട്ടീൻ അഡ്മിഷൻ എന്ന് പറഞ്ഞാല് പതിവ് അഡ്മിഷൻ അല്ലെ. Clients are admitted for investigation and planned treatment and surgery. എന്താണ് planned admission? Okay, clients അഡ്മിറ്റ് ആക്കുന്നതിന്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി അല്ലെ, എന്താണ് അന്യ ടെസ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അന്യ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുക. പ്ലാനഡ് ട്രീറ്റ്മെന്റ് അല്ലെ, മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ സർജറിക്ക് വേണ്ടി പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നതിനെയാണ് റുട്ടീൻ അഡ്മിഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിള് ക്ലയന്റ് വിത്ത് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ബ്രോങ്കൈറ്റിസ്. ഇപ്പൊ എന്താണ് പേഷ്യൻസിന് എന്താണ് ഹൈ BP വരാം അല്ലെ. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ BP. അപ്പൊ കൊണ്ട് അപ്പൊ എന്താണ് പേഷ്യൻസിനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അഡ്മിറ്റ് ആക്കാൻ പറയുക. അല്ലെങ്കിൽ പ്രമേഹത്തിന് ഡയബറ്റീസിന് വേണ്ടി, അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് അല്ലെ, ചുമ, കഫക്കെട്ട് അല്ലെ. അപ്പൊ അതിനൊക്കെ വേണ്ടി എന്താണ് ആന്റിബയോട്ടിക്സുകളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കാം. അപ്പൊ അതിനൊക്കെയാണ് റുട്ടീൻ അഡ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. അഡ്മിഷൻ പ്രൊസീജിയർ ത്രൂ OPD. അഡ്മിഷൻ പ്രൊസീജിയർ, അഡ്മിഷന്റെ നടപടിക്രമങ്ങൾ എവിടെ നിന്നാണ് അഡ്മിഷന്റെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്? ത്രൂ OPD. OPD-യിൽ നിന്ന് പേഷ്യൻസിന്റെ അഡ്മിഷൻ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്?
റിസീവിങ് ദ പേഷ്യൻസ് എന്ത് ചെയ്യാ ആദ്യം തന്നെ എന്ത് ചെയ്യണം പേഷ്യന്റിനെ സ്വീകരിക്കണം അല്ലേ റിസീവ് ചെയ്യണം അല്ലേ The personnel in admitting department should greet and make the patients feel comfortable. ഒരു പേഷ്യൻസിന് ഇപ്പൊ ഡോക്ടർ ചെക്കപ്പ് കഴിഞ്ഞു അതല്ലെങ്കിൽ ഒരു എമർജൻസി ഡോക്ടർ ചെക്കപ്പ് കഴിഞ്ഞിട്ട് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ കൊണ്ടുപോകുന്നത് നമ്മളോട് പറയോ വാർഡിലേക്ക് പൊക്കോ ഇന്ന സ്ഥലത്തേക്ക് പൊക്കോ എന്ന് പറയോ നഴ്സ് കൂടി വരോ നഴ്സ് കൊണ്ടുപോകും അല്ലേ സ്ട്രക്ചറില് എന്താണ് കൂടുതൽ ഇതുള്ള ആളുകളാണെങ്കിൽ സ്ട്രക്ചറിലാണെങ്കിൽ വീൽ ചെയേഴ്സിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നഴ്സ് വന്നിട്ട് നമ്മളെ കൊണ്ടുപോയി ആക്കി തരുമോ നഴ്സ് കൂടെ വന്നിട്ട് ഓരോ നടപടിക്രമങ്ങളെയും കുറിച്ച് പറഞ്ഞല്ലേ ഇങ്ങനതൊക്കെ ചെയ്ത് അല്ലെ കംഫർട്ട് ആയിട്ട് അല്ലേ നല്ല രീതിയില് നഴ്സ് കൂടെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് ചെയ്ത് തന്നിട്ട് എന്താണ് നമ്മൾ ആ റൂമിലാണെങ്കിൽ അല്ലെങ്കിൽ വാർഡിലാണെങ്കിൽ വാർഡിൽ ആ ഫയലോടുകൂടി കൊണ്ടുപോയി ഏൽപ്പിച്ചു കൊടുക്കല്ലേ വാർഡിലെ നഴ്സിന് അല്ലെങ്കിൽ വാർഡിലുള്ള ആർക്കാണോ ഡ്യൂട്ടി അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയല്ലേ ചെയ്യാം എന്താണ് the personnel in admitting department should greet and make the patient feel comfort എന്താണ് പേഷ്യൻസിന് കംഫർട്ട് ആകുന്ന രീതിയിൽ അവരെ ഗ്രീറ്റ് നല്ല രീതിയിൽ അവരെന്താണ് സ്വീകരിക്കുക ആ പേഴ്സണലെ സ്വീകരിക്കുക നെക്സ്റ്റ് in emergency condition പേഷ്യന്റ് എമർജൻസി കണ്ടീഷനിൽ ആണെങ്കിൽ no time should be wasted to start the treatment ടൈം വേസ്റ്റ് ആക്കി കളയാനുണ്ടോ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടി ടൈം വേസ്റ്റ് ആക്കി കളയാൻ പറ്റുമോ ഇല്ല അല്ലെ ചിലപ്പോ അങ്ങനെ വരുന്ന ഒരു ചെറിയൊരു ടൈം നമ്മൾ വേസ്റ്റ് ആക്കി കളഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ ആ പേഷ്യൻസിന്റെ മരണം തന്നെ സംഭവിക്കാം അല്ലെ ആണോ നമ്മ ലാഗ് ചെയ്യുന്ന ആ സമയം അപ്പൊ അതുകൊണ്ട് എന്താണ് എമർജൻസി സിറ്റുവേഷനിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാല് ഒരു ടൈം ലാഗും കൂടാതെ നമ്മ ഒരു സമയവും കളയാതെ പേഷ്യൻസിന് വേണ്ട ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യുക ദ മാനർ ഇൻ വിച്ച് ഡോക്ടർ ഓർ നഴ്സ് റിസീവ് ദ ക്ലയന്റ് ഈസ് മോസ്റ്റ് ദ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് റിസപ്ഷൻ ഇൻ കേസ് ഓഫ് എമർജൻസി ഒരു എമർജൻസിയിൽ ഒരു പേഷ്യൻസിനെ കൊണ്ടുവന്നാല് അവിടുത്തെ മോസ്റ്റ് ഓഫ് ദ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് എന്താ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് എന്ന് പറയുന്നത് എന്താ ആ ഒരു പേഷ്യന്റിനെ നഴ്സും ഡോക്ടറും സ്വീകരിക്കുന്ന രീതിയാണ് അല്ലെ റിസീവ് ചെയ്യുന്ന രീതിയല്ലേ ആണോ എന്ന് വെച്ചാല് പേഷ്യൻസിന് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നിട്ട് അവിടെ ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അപ്പൊ ഡ്യൂട്ടിയിലുള്ള നഴ്സുമാരും ഡോക്ടേഴ്സും ആ ഒരു പേഷ്യൻസിനെ തിരിഞ്ഞു നോക്കുന്നില്ല അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല അവർക്ക് ചെക്കപ്പ് ചെയ്യുന്നില്ലെങ്കിൽ അതൊരു നല്ല മാനറാണോ നല്ലൊരു രീതിയാണോ ആ പേഷ്യൻസിനോട് കാണിക്കുന്ന അല്ല അല്ലേ അപ്പൊ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഏറ്റവും നല്ല വശം എന്ന് പറയുന്നത് എന്താ അവിടെയുള്ള ഡോക്ടേഴ്സും നഴ്സുമാരും ഒരു എമർജൻസി സിറ്റുവേഷനിലുള്ള പേഷ്യൻസിനെ സ്വീകരിക്കുന്ന രീതിയാണ് ക്ലിയർ ആയോ മറ്റേ ഒരു മൂവി ഉണ്ടല്ലോ എബ്രഹാം ഓസ്ലർ അതിലൊരു പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ ആ ഒരു ആദ്യം പറയുന്നത് കണ്ടിട്ടില്ലേ നെഞ്ചുവേദനയായിട്ട് ഒരു പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ ഫസ്റ്റ് അവരോട് പറയുന്നില്ലേ എല്ലാ പ്രൊസീജിയേഴ്സും തീർത്തതിന് ശേഷം ചെക്കപ്പ് ചെയ്യാന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് പറയുന്നില്ലേ കണ്ടിട്ടുണ്ടോ ആ സിനിമ ആ മൂവി കണ്ടിട്ടുണ്ടോ മോളിൽ നിന്ന് വീണിട്ടോ എന്തൊരു നെഞ്ചുവേദന വരുമ്പോ ഒരു പേഷ്യൻസിന് അതൊരു നല്ല രീതിയായിട്ട് നിങ്ങൾക്ക് തോന്നിയോ നിങ്ങൾക്ക് കണ്ടപ്പോ അത് തോന്നിയോ ഒരു നല്ല രീതിയാണ് ആ ഡോക്ടർ കാണിച്ചത് നല്ലൊരു രീതിയാണെന്ന് തോന്നിയോ ഇല്ല അല്ലെ അപ്പൊ എന്താണ് ഒരു പേഷ്യൻസിനെ എമർജൻസി സിറ്റുവേഷനിൽ കൊണ്ടുവന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് എന്ന് പറയുന്നത് ആ പേഷ്യൻസിനെ അവിടെയുള്ള ഡോക്ടേഴ്സും നഴ്സുമാരും സ്വീകരിക്കുന്ന രീതിയാണ് ക്ലിയർ ആയില്ലേ ഇപ്പൊ അത് ഓക്കെ അല്ലേ
Next, recording of social data. Patients in admit ആക്കി കഴിഞ്ഞാൽ patients ന്റെ okay. ഇല്ലാന്നാണ് പറഞ്ഞേ, ക്ലിയർ ആയില്ല എന്നാണ് പറഞ്ഞേ. ഓക്കെ, ക്ലിയർ ആയി എന്നാണോ പറഞ്ഞേ? അല്ലാതെ ഇല്ലാന്നാണ് ആദ്യ ദിവസം വായിച്ചേ. ഷോർട്ട് മൂവീസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ മുഹമ്മദ് ആസ്മിൽ? ഫീൽ കണ്ടില്ല എന്ന്. ഓക്കെ 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 മിസ്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ്, റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റ. എന്ത് ചെയ്യണം? പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ അവര് സോഷ്യൽ ഡാറ്റാസ് ശേഖരിക്കണം അല്ലെ, കളക്ട് ചെയ്യണം അല്ലെ. എന്താണ്? ഇൻ റെക്കോർഡ് സെക്ഷൻ റെക്കോർഡ്സ് ഡാറ്റ എസെൻഷ്യൽ ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ക്ലയന്റ് അല്ലെ. ക്ലയന്റിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി അല്ലെ, തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെ, നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് സ്വീകരിക്കണം അല്ലെ. എന്തൊക്കെയാണ് എസെൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റാസ് ഒരു ക്ലയന്റിന്റെ? നെയിം, ഏജ്, സെക്സ്, എഡ്യൂക്കേഷൻ, അഡ്രസ് അല്ലെ, ഓക്യുപ്പേഷൻ. ഓക്കെ, അപ്പൊ എന്താ? ടെലിഫോൺ നമ്പേഴ്സ് അല്ലെ. ബൈസ്റ്റാൻഡറിന്റെ പേര് ചോദിക്കും ചില സ്ഥലങ്ങളിൽ അല്ലെ, ചില ഹോസ്പിറ്റലില്. ഫോം ഫില്ല് ചെയ്യിക്കും അല്ലെ. അപ്പൊ നോക്കിയേ, സോഷ്യൽ ഡാറ്റാസ് എന്തൊക്കെയാണ് പെടുന്നത്? നെയിം, ഏജ്, സെക്സ്, എഡ്യൂക്കേഷൻ, അഡ്രസ്, ഓക്യുപ്പേഷൻസ്. മുമ്പത്തെ പ്രീവിയസ് ഹിസ്റ്ററി ചോദിക്കും അല്ലെ. പിന്നെന്താണ്? റിലീജിയൻ, ഇൻകം, മെറിറ്റൽ സ്റ്റാറ്റസ്, ടെലിഫോൺ നമ്പേഴ്സ് എക്സെട്ര. ക്ലിയർ അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ സോഷ്യൽ ഡാറ്റ കളക്ട് ചെയ്യുന്നത്? സോഷ്യൽ ഡാറ്റ കളക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടെസ്റ്റ് റിസൾട്ടുകള്, ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും പേഷ്യൻസിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഇപ്പൊ നമുക്കറിയാം, ഒരു പേരിൽ തന്നെ ചിലപ്പോ ആ ഹോസ്പിറ്റലിൽ 2 or 3 പേഷ്യൻസ് ഉണ്ടാവാം അല്ലെ. ഐഡന്റിഫിക്കേഷൻ, തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ആണോ? ഇല്ലേ? ഐഡന്റിഫൈ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ റെക്കോർഡ് ആക്കാൻ വേണ്ടിയിട്ട് പല യൂസിന് വേണ്ടിയിട്ടാണ് ഈ പേഷ്യൻസിന്റെ നമ്മുടെ സോഷ്യൽ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. ഇൻകം ചില ഹോസ്പിറ്റലിൽ ചോദിക്കും. ഇപ്പൊ സർജറി ഒക്കെ ഇല്ലേ, സർജറി സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ചില ഹോസ്പിറ്റലിൽ ചോദിക്കും. അതിനു വേണ്ടിയാണ് അഡ്മിറ്റ്. അവരെ കൊണ്ട് ആ പേയ്മെന്റ് നടത്താൻ സാധിക്കുമോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടൊക്കെ. ക്ലിയർ ആയോ? ഇത്രയും ഭാഗം നോക്കിയാണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. മിസ് എടുത്ത ഭാഗം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. എടുത്ത ഭാഗം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ എല്ലാവരും. ഓക്കെ, ആംബുലേറ്ററി കെയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഔട്ട് പേഷ്യന്റ് സർവീസുകളില്ലേ പേഷ്യൻസിന് കൊടുക്കുന്ന? ഡോക്ടർ കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ് ചെയ്യുക,
അതൊക്കെയാണ് ഔട്ട് പേഷ്യന്റ് സർവീസുകൾ തന്നെയാണ് ആംബുലേറ്ററി കെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, മിസ് എടുക്കുന്നത് ഓക്കെ ആണോ? എടുക്കുന്നത് ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? Clear, ma'am. Okay. ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും Thank you, ma'am. Clear ആണ്, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.